ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹൈറിച്ചിൻ്റെ ബഡ്സ് കേസ് ഉണ്ടായിരുന്നു. ഹൈറിച്ച് കൊടുത്ത അപ്പീലിന്മേലുള്ള വാദം ഇത് ഇന്നത്തെ ജഡ്ജ് മാറിയതിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ഈ കേസ് എടുക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ വക്കീൽ പല പല കാര്യങ്ങളും പറഞ്ഞ്, സാർ ഇത് നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് പൈസയുണ്ട് സാർ, പക്ഷേ അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല സാർ, അതുകൊണ്ടാണ് സാർ നമ്മൾ ഇത് മറ്റ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ബാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജഡ്ജി പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, അപ്പോൾ ഈ നിക്ഷേപകരുടെ ഇൻട്രസ്റ്റ് ആരാ നോക്കുക, അവരുടെ ലിസ്റ്റൊക്കെ കൊണ്ടുപോവുക, അവർക്കും നമുക്ക് പണം കൊടുക്കണം. ഇത് 27-ാം തീയതിക്കുള്ളിൽ നമ്മുടെ തൃശ്ശൂർ 27-ാം തീയതിക്കുള്ളിൽ തിരുവനന്തപുരം SBI മെയിൻ ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങി അവിടെ എല്ലാ പണവും അവിടെ ഇടണം എന്നുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിക്ഷേപകരായിട്ടുള്ള FIR ഇട്ടവർക്ക് മാത്രമുള്ള പണം കൊടുക്കാനുള്ള ഉത്തരവ് അടുത്തതിന് ശേഷം ഞാൻ ഇടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കമ്പനിയെ താങ്ങി നടന്ന് FIR ഇടാത്തവരും FIR ഇടുന്നതിനെ തടുത്തവരും FIR ഇട്ടതൊക്കെ തെറ്റാണെന്നും പൈസ കിട്ടണമെങ്കിൽ അത് ക്രിമിനൽ കേസല്ല കൊടുക്കേണ്ടത്, അതിന് സിവിൽ കേസാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചവരൊക്കെ ആരായി എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തിനാണ് ഇത്രയും കാലം കേസ് നീട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ചോദ്യവും നിങ്ങൾ സ്വയം ചോദിക്കണം. ഇതൊക്കെ നിക്ഷേപകരുടെ പണമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇവരുടെ ഓഫീസ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മുതലാളിക്ക് തന്നെ തിരിച്ച് കിട്ടുന്ന ഓർഡറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴും ഇവരുടെ ആക്രി സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞിരിക്കുകയാണ് ജയ് ഹൈറിച്ച് ഓളികളും എല്ലാവരും തന്നെ. ഇത് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഒരുപാട് ആൾക്കാർ ഈ ഒരു നിരീക്ഷണം കോടതിയിൽ നിന്ന് നടത്തിയ പാട് തന്നെ കലക്ടർക്ക് ഇപ്പം പരാതി കൊടുക്കാൻ പറ്റുമോ, FIR ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് FIR കിട്ടുക, അങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ പാട് നോക്കി പോയിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി. ഇനി ശ്രീനെ ചോദിക്കുന്ന പോലെ നിങ്ങൾ FIR ഇടാൻ പോയാലും പോലീസ് ചോദിക്കുക, നിങ്ങളെ ആർത്തി കൊണ്ടല്ലേ ഈ 5 ലക്ഷം ഇട്ടിട്ട് 55 ലക്ഷം ഉണ്ടാക്കാൻ നടന്നിട്ടല്ലേ നിങ്ങളിങ്ങനെ പൈസ പോയത് എന്നൊക്കെയാണ് ചോദിക്കുക. അതുകൊണ്ട് ഇനി FIR ഒന്നും ഇടാൻ നിൽക്കേണ്ട. എല്ലാവർക്കും ആ പൈസ മറന്നുപോയി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ചിലവഴിച്ചു എന്ന് വിചാരിച്ചോ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നല്ല FIR ഇട്ടവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കമ്പനിയോടും ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റൻ്റ് അതോറിറ്റിയും അവരുടെയൊക്കെ പക്കലും FIR ഇട്ടവരുടെയും അല്ലെങ്കിൽ ക്ലെയിം പെറ്റീഷൻ കൊടുത്തവരുടെയൊക്കെ ലിസ്റ്റ് ഭദ്രമാണ്. അവർക്ക് അതിൽ നിന്ന് പണം ലഭിക്കും, ഉടൻ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബൈ.